CPM MP എ റഹീം കർണാടകയിൽ പോയി മുറി ഇംഗ്ലീഷിൽ സംസാരിച്ചതാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തർക്ക വിഷയമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാക്കിയാൽ പോരെ, അദ്ദേഹം അങ്ങനെ ഇംഗ്ലീഷ് പണ്ഡിതനൊന്നും ആവേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ ബഹുഭാഷാ പണ്ഡിതനാവേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങളുടെ ഭാഷയല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടർ പറയുന്നത് ഇദ്ദേഹം വലിയ PhD എടുത്ത ആളാണ്, അല്ലെങ്കിൽ PhD എടുക്കാൻ പോകുന്ന ആളാണ്, LLB ഉണ്ട്, MA ഉണ്ട്. ഇപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് പാസ്സായിരിക്കുന്നത്? ഇംഗ്ലീഷ് 4 വാക്ക് പറയാൻ അറിയില്ലേ? ഇവർ കേരളത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുന്നതിന് തുല്യമല്ലേ ഇതൊക്കെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിനവർ മറ്റു പല നേതാക്കന്മാർ, ഇപ്പൊ കരുണാകരന്റെ ഒക്കെ പഴയ പ്രസംഗം, രാജ്യസഭയിലൊക്കെ ലോക്സഭയിലൊക്കെ പ്രസംഗം എടുത്ത് അദ്ദേഹം 98-ൽ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തേക്കുള്ള പ്രസംഗങ്ങൾക്കാണ് ഇപ്പോൾ പലരും. 8ാം ക്ലാസ്സുകാരനായ കരുണാകരൻ ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുന്നു. അപ്പൊ മറ്റൊരു ചിലർ പറയുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതല്ല കാര്യം എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് എന്താണ്, കേരളീയർക്ക് പൊതുവെ എല്ലാവരെയും അപമാനിക്കുന്ന ഒരു പരിപാടിയുണ്ട്. മറ്റ് സംസ്ഥാനക്കാരൊക്കെ മോശക്കാരാണ്. റെയിൽവേ യാർഡിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകളാണ് മറ്റ് നാട്ടുകാരൊക്കെ, അവരുടെ ഇംഗ്ലീഷ് ഒന്നും ശരിയല്ല, അവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, ബിഹാറികളാണ്, അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ് ഈ പറഞ്ഞ വിമർശന വിധേയരായ ആളുകളൊക്കെ തന്നെ. അതുകൊണ്ടാണ് അവരെയൊക്കെ വിമർശിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തു തന്നെയാലും ഇത് സംബന്ധിച്ച വാദവിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. പിന്നെ പലരെയും പുച്ഛിക്കുക എന്ന രീതിയിലുള്ള, മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, ഞാൻ മാത്രമാണ് മാന്യനും വിവരമുള്ള ആളും എന്ന് പറയുന്ന പല ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉണ്ട്. അവരും അവരുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അവരങ്ങനെ കൊഴുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കേരളം ഇപ്പോൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എ റഹീമിന്റെ പ്രസംഗം. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം ഇവിടെയല്ല കിടക്കുന്നത്. എ റഹീം എവിടെയാണ് പോയത്? അദ്ദേഹം പോയത് കർണാടകയിലാണ്. അദ്ദേഹം എന്തിനാണ് പോയത്? കർണാടകയിലെ സബർബിൽ കോഗിലു എന്ന് പറയുന്ന വില്ലേജിൽ അവിടെ കുറെ ആളുകളെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ അവർ താമസിക്കുന്നു. അപ്പം അവരുടെ സ്വന്തം ഭൂമിയല്ല, ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ അവർ അനധികൃതമായിട്ട് കയ്യേറി താമസിക്കുകയാണ്. അപ്പൊ അവർക്ക് അവിടുത്തെ ഡെവലപ്മെന്റ് അതോറിറ്റി, ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി നോട്ടീസ് കൊടുക്കുന്നു. അവര് നിരന്തരമായിട്ട് അവർക്ക് സാധാരണഗതിയിൽ അധികൃതർ പലതവണ നോട്ടീസ് കൊടുക്കും, അവരോട് മാറാൻ ആവശ്യപ്പെടും. അങ്ങനെ ചെയ്യാത്ത സമയത്ത് അധികൃതർക്ക് മുമ്പിലുള്ള ഒരു പോംവഴി അവരെ അവിടുന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലായാലും ഇന്ത്യയിലെ മറ്റെവിടത്തായാലും അനധികൃതമായിട്ട് നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് MG റോഡിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീട് കെട്ടി താമസിച്ചാൽ അന്നേരം സ്വാഭാവികമായിട്ടും അവരെ ഒഴിവാക്കും. പിന്നെ അതിനകത്ത് നീതിന്യായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോടതിക്ക് പോവാം, ഇനി മാനുഷികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭരണാധികാരികളായിട്ട് സംസാരിക്കാം. പക്ഷെ നിയമപരമായ രീതിയിൽ അങ്ങനെ തന്നെ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് വിഷയം. ഒരു മാധ്യമ പ്രവർത്തക ഇവിടെ വന്ന രാഷ്ട്രീയ നേതാക്കളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് കുത്തൊഴുക്കാണ് എവിടത്തേക്ക്? കർണാടകത്തിലേക്ക്. കർണാടകത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് കർഷകരുടെയൊക്കെ വലിയ സമരങ്ങൾ നടക്കുന്നതും കർഷകർ പ്രശ്നങ്ങൾ നേരിടുന്നതും ഒക്കെ. വലിയ കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായ സ്ഥലമാണ് കർണാടക ഈ സമീപകാലത്ത്. ഏതെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് അവിടെ പോയിരുന്നു? ഒരു രാഷ്ട്രീയ നേതാവും പോയില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് പോകുന്നത്? ആരൊക്കെയാ പോകുന്നത്? DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം. പിന്നെ ആരാ പോകുന്നത്? പിന്നെ പോകുന്നത് KT ജലീൽ MLA. അദ്ദേഹം CPM സഹയാത്രികനാണ്, CPM-ന്റെ MLA ആയി സ്വതന്ത്രനായ MLA. KT ജലീൽ പോകുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ പോകുന്നു. അപ്പൊ ഇവിടെ എന്താണ് കാര്യം? അപ്പം അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നു ഇതൊരു സർക്കാർ ഭൂമിയാണ്, അനധികൃതമായിട്ടാണ് ഇവിടെ കയ്യേറിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് മേക്ക് ഓഡിറ്റ് കർണാടക സിറ്റി എന്നൊക്കെ എ റഹീം പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ആളുകൾ കളിയാക്കുന്നത്. പക്ഷെ അവിടെ ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗുകാർക്കൊക്കെ ഇവിടെ കാര്യം? അവർ ഒരു പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു. അവർ ചോദിച്ചത്
ഇതിനകത്ത് ഒരൊറ്റ മലയാളി ഇല്ലല്ലോ, നോട്ട് ഈവൻ എ സിംഗിൾ മലയാളി. ഒരു മലയാളി പോലും ഈ കുടിയൊഴിക്കപ്പെട്ട ആളുകളിൽ ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ വരുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടുന്നത്? ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുന്ന് ആരും അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ ഇതൊരു ആ സംസ്ഥാന സർക്കാരിന്റെ നയപരമായ നിയമപരമായ ചട്ടക്കൂട് എന്നുള്ള ഒരു വിഷയമാണ്. അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവിടുത്തെ പാർട്ടികളും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പ്രതിപക്ഷവും അവിടുത്തെ MLA-മാരുമാണ് ചോദ്യം ചെയ്യേണ്ടത്. കാരണം കർണാടകത്തിൽ ഈ ഒരു വീടിന്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു കുടിയൊഴിപ്പിക്കൽ വിഷയം മാത്രമല്ല, അവിടെ നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ നിന്ന് ആരും ഇടപെടാറില്ല. അതേപോലെ തന്നെ മറ്റൊരു വിഷയവും ഈ മറ്റൊരു സംഭവം ഈ വിഷയത്തിലുണ്ടായി. കർണാടകത്തിലെ BJP പ്രതിപക്ഷ നേതാവ്, നിയമസഭയിലെ BJP കക്ഷി നേതാവ്, മുൻ മന്ത്രിയായ അശോക്, അദ്ദേഹം ചോദിച്ചു, കർണാടക സർക്കാർ എടുത്ത ഒരു നിയമപരമായ നടപടിയെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തിക്കാൻ KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് എന്ത് അധികാരമാണുള്ളത്? അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്തതിന് തുല്യമല്ലേ? കർണാടകത്തിലെ സർക്കാർ ഒരു നിലപാടെടുക്കും, അത് ശരിയല്ല എന്ന് പാർട്ടി നേതൃത്വം, ആ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർ പറയണ്ടേ? എന്തുകൊണ്ട് ഒരു വിഷയത്തിൽ മാത്രം ഇടപെട്ട് കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു? അപ്പൊ കർണാടകത്തിലെ എല്ലാ ഭരണപരമായ പ്രശ്നങ്ങളും ഹൈക്കമാൻഡ് ഇടപെടുമോ? കർണാടകത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് ഹൈക്കമാൻഡ് അത് തടഞ്ഞു നിർത്തുവോ? കർണാടകത്തിൽ തൊഴിലില്ലായ്മയില്ലാത്ത ഉണ്ടാകുന്ന സമയത്ത് ഹൈക്കമാൻഡ് തടഞ്ഞു നിർത്തുവോ? അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വിഷയത്തിൽ മാത്രം ഹൈക്കമാൻഡ് കയറി ഇടപെടുന്നത്, കർണാടക സർക്കാരിനെ തിരുത്തിക്കാൻ KC വേണുഗോപാൽ വരുന്നത്? ഇവിടെയാണ് വിഷയം. ഇത് കേരളത്തിലെ മുസ്ലിം ലീഗുകാർ എന്തുകൊണ്ട് പോകുന്നു, കേരളത്തിലെ KT ജലീൽ എന്തുകൊണ്ട് പോകുന്നു, റഹീം എന്തുകൊണ്ട് പോകുന്നു, KC വേണുഗോപാൽ എന്തുകൊണ്ട് പോകുന്നു? അവരൊന്നും മലയാളികളായതുകൊണ്ടല്ല, അവരൊരു ഒറ്റ മലയാളിയില്ല, പക്ഷേ അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അപ്പം ഒരു മുസ്ലിം പ്രശ്നമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്, CPM ശ്രമിക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ ബ്ലോക്ക് ആയിട്ട് ആരുടെ കൂടെയാണ് നിന്നിരുന്നത്? UDF-ന്റെ കൂടെ നിന്നിരുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ UDF തൂത്തുവാരുകയാണ് ചെയ്തിരുന്നത്. പേരിന് പോലും ആരും ജയിച്ചില്ല. അപ്പം തവനൂരിൽ നിന്ന് KT ജലീൽ ഇനി ജയിക്കണമെങ്കിൽ ലീഗിനൊക്കെ പോകുന്ന മുസ്ലിം വോട്ടിൽ കുറച്ച് അദ്ദേഹത്തിന് കിട്ടണം. അപ്പൊ മുസ്ലിം വോട്ട് കിട്ടാനുള്ള ഒരു സംഘടിതമായ ശ്രമമാണ് ഇപ്പോൾ ആര് നടത്തുന്നത്? UDF നടത്തുന്നത്, അതോടൊപ്പം LDF നടത്തുന്നത്, അതോടൊപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി UDF-ഉം. കുഞ്ഞാലിക്കുട്ടി പോകുന്നു. കുഞ്ഞാലിക്കുട്ടി ആരെയാണ് വിളിക്കുന്നത്? കർണാടകത്തിലെ വിളിക്കുന്നത് കർണാടകത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയല്ല വിളിക്കുന്നത്, കർണാടകത്തിലെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ അല്ല വിളിക്കുന്നത്. അദ്ദേഹം വിളിക്കുന്നത് കർണാടകത്തിലെ ന്യൂനപക്ഷ കാര്യമന്ത്രി സമീർ ഖാനെയാണ്. അപ്പൊ ഇതൊരു ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ കർണാടകത്തിലെ കുടിയൊഴിപ്പിക്കൽ ഉണ്ടായാൽ അതിലിരയാക്കപ്പെട്ട ആളുകളുടെ മതം നോക്കിയാണ് ഇവിടെ ഇടപെടുന്നത്. മുസ്ലിങ്ങളായാൽ കേരളത്തിലെ നേതാക്കന്മാർ ഇടപെടും. കേരളത്തിലെ നേതാക്കന്മാർക്ക് എന്ത് ഇടപെടാൻ എന്ത് അർഹതയാണുള്ളത്? അപ്പൊ കേരളത്തിൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് കിട്ടണം. അപ്പൊ മുസ്ലിങ്ങളുടെ സംരക്ഷകർ ആരാണ്? കോൺഗ്രസ് അല്ല, മറിച്ച് LDF ആണ് കർണാടകത്തിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാനാണ് LDF ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷിലൊക്കെ നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളുകൾ CPM-ൽ ഇല്ലാത്തത് കൊണ്ടാണോ? അപ്പം റഹീമിനെ വിട്ടത് റഹീം വന്നിരിക്കുന്നു, സഖാബ് റഹീം വന്നിരിക്കുന്നു. അപ്പം അവിടത്തെ ഒരു മുസ്ലിം വികാരം ഇളക്കി വിട്ടുകൊണ്ട് കേരളത്തിൽ മുസ്ലിം വോട്ട് കിട്ടണം. അത് തടയാനാണ് ഇപ്പൊ ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും അങ്ങോട്ട് പോയിരിക്കുക. കുഞ്ഞാലിക്കുട്ടി പോയില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ള യൂത്ത് ലീഗും മറ്റേ എല്ലാ ലീഗുകളും അവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ബാംഗ്ലൂരിലാണ് ഉള്ളത്. അവര് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം പ്രചരിപ്പിക്കുക. അവർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? റഹീമുമായിട്ടുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു ഇഷ്യൂ ഉണ്ടായി, കർണാടകത്തിൽ എന്തോ ഒരു വിഷയം ഉണ്ടായി. പക്ഷെ അവിടെ റഹീമിന്റെ ഇംഗ്ലീഷ് സംസാരം മേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഉള്ള ഒരു അതിലെ ഇംഗ്ലീഷിലെ ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഇംഗ്ലീഷ് ബബ്ബ പറയുന്നു എന്നുള്ള ഒരു തമാശയാണ് മുഴുവൻ കേരളീയർ ചർച്ച ചെയ്തെങ്കിൽ അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് അത് കേരളത്തിന് വെളിയിൽ പോയാലും മുസ്ലിം വോട്ട്, മുസ്ലിം താല്പര്യം സംരക്ഷിക്കുക, എന്നിട്ട് കേരളത്തിലെ മുസ്ലിം വോട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് KC വേണുഗോപാലിനെ പോലത്തെ ആളുകൾ, അയാള് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവാണ്. അപ്പൊ എല്ലാ സംസ്ഥാനത്തെയും ഇങ്ങനെയുള്ള കുടിയൊഴിപ്പിക്കലൊക്കെ അദ്ദേഹം ഇടപെടുന്നുണ്ടോ? അദ്ദേഹം എവിടെയും പോയില്ല. ഇപ്പം ലീഗുകാർ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ലീഗുകാർ പറയുന്നത് ബുൾഡോസർ എന്ന് പറഞ്ഞാൽ അത് യോഗി ആദിത്യനാഥാണ്. അപ്പം ബുൾഡോസറിന്റെ ആള് യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥിനെ പോയി ഉത്തർപ്രദേശിൽ പോയി കണ്ട് ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്ത ആളാണ് KT ജലീൽ. അപ്പൊ KT ജലീൽ ബുൾഡോസർ ആളാണ്. അതായത് ഈ ബുൾഡോസറായ
യോഗി ആദിത്യനാഥിനെ കണ്ട ആളാണ് കെ ടി ജലീൽ. അതുകൊണ്ട് കെ ടി ജലീൽ ബുൾഡോസറാണ്. അദ്ദേഹമായിട്ട് കെ ടി ജലീലും യോഗി ആദിത്യനാഥും ഒരുമിച്ചിരിക്കുന്ന പടമൊക്കെ എടുത്തിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ വീശി കളിക്കുകയാണ് പാര് ചെയ്യുന്നത്, മുസ്ലിം ലീഗുകാർ ചെയ്യുന്നത്. കാരണം എന്താണ്? അവരിവിടെ പ്രതിക്കൂട്ടിലാണ്. കാരണം മുസ്ലിങ്ങളുടെ വീട് പൊളിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ കയ്യേറ്റം ചെയ്തിരിക്കുന്ന വീട് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ പൊളിച്ചിരിക്കുന്നു. അപ്പൊ അത് UDF ആണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇനി ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് LDF പറയുന്നു. അപ്പം ഈ നിങ്ങളുടെ കൂടെ വന്ന LDF-കാരൻ യോഗി ആദിത്യനാഥിന്റെ ആളാണ്, അദ്ദേഹമാണ് പൊളിക്കലിന്റെ ആള്. അപ്പം അദ്ദേഹമാണ് പൊളിക്കലിന്റെ ആളെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് UP ഇവിടുത്തെ ലീഗുകാർ പോവാതിരുന്നത്? അവർ ഹിന്ദുക്കളായതുകൊണ്ടാണ് പൊളിക്കപ്പെടുന്നത്. അപ്പം ഇത്രയധികം വർഗീയമായ രീതിയിൽ ചിന്തിച്ചിട്ടും വർഗീയമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത്? അപ്പൊ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ വോട്ടുള്ളൂ. അപ്പൊ ഇതൊരു വലിയൊരു വിഷയമാണ്. കേരളത്തിൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എന്ത് വില കൊടുത്തും അവർ തിരിച്ചു വരാനിരിക്കുകയാണ്. അതിനെ എന്ത് വില കൊടുത്തും തടയാനാണ് LDF ശ്രമിക്കുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടരും മുസ്ലിം വോട്ടിന് പിറകെയാണ് പോകുന്നത്. നമ്മൾ കർണാടകത്തിലെ കൊഗുലുവിൽ കാണുന്നത് അതാണ്. മുസ്ലിം വോട്ടിന് വേണ്ടിയുള്ള ഒരു വിഷയമാണ്. അവിടെ ഇന്ത്യയിലെ ഏത് സ്ഥലത്തും മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ കേരളത്തിലെ ലീഗും അതേപോലെ തന്നെ LDF ഒക്കെ തന്നെ ഓടിച്ചാടി അവിടെ എത്തും. കാരണം അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ വോട്ടിനൊന്നും യാതൊരു വിലയില്ല എന്നാണ് കേരളത്തിലെ LDF-ഉം UDF-ഉം പറഞ്ഞു വരുന്നതിന്റെ സാരം എന്നാണ് നമുക്ക് അവരുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.